നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഇന്നലത്തെ ദിവസം, ഓക്കെ, ഇന്നലെ രാത്രി, ആക്ച്വലി എന്താണെന്നറിയില്ല, എല്ലാവർക്കും ഈ ടോപ്പിക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇന്നലെ രാത്രി അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പം നിങ്ങളെ കോൺടാക്ട് ചെയ്തോ ഇല്ലേന്നറിയില്ല. ഓക്കെ, കോൺടാക്റ്റിലാണോ അല്ലേ അതൊക്കെ നമുക്ക് കാർഡ്സിൽ നോക്കാം. കോണ്ടാക്ട് ചെയ്താലും ഇല്ലെങ്കിലും അവർ ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. ആക്ച്വലി ഞാൻ 2 പൈൽ വെക്കാൻ പോകണം. അത് ഇതിൽ നിന്നാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2 പൈൽ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാൻ ഇതിൻ്റെ 2 കാർഡ് വെക്കാം. ഓക്കെ, ഓക്കെ, പിക്ചേഴ്സ് മാത്രം നമ്മൾ നോക്കുള്ളൂ. എനിക്ക് ബാക്കിലെ മെസ്സേജ് ഒന്നും എനിക്ക് ബൈഹാർട്ടൊന്നും അറിയില്ല കേട്ടോ. കുറേ കാർഡ്സ് ഉണ്ട് ഇതിൽ. ഓക്കെ, നമുക്ക് 2 കാർഡ് വെക്കാം അതിൽ. ഓക്കെ, ഫസ്റ്റ് പൈൽ ഈ ഡെക്കാണ്, ഈ കാർഡാണ്. ഒരു കാർഡും കൂടെ എടുക്കാം. ഓക്കെ, ശരി. സെക്കൻഡ് പൈൽ ഇതാണ്. ഓക്കെ, ബാക്കി വേണമെങ്കിൽ മെസ്സേജസ് ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഓരോന്ന്. ഓക്കെ, പൈൽ 1, പൈൽ 2 നിങ്ങൾക്ക് കാർഡ് നോക്കിയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഈ കാർഡ് വേണോ, ഈ കാർഡാണോ ഇഷ്ടം, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പൈൽ 1, പൈൽ 2. ഓക്കെ, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ കാർഡ് നമുക്ക് ലാസ്റ്റ് തുറക്കാം. ആൻഡ് കുറച്ച് വേണ്ടി എക്സ്ട്രാ മെസ്സേജസ് കൂടി എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിച്ചത്, എന്താണ് അവർക്ക് തോന്നുന്നത്, നിങ്ങളോടുള്ള ഫീലിങ്സ്, അവരുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഫൈൽ 1 ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുക്കാം. Okay. Ace of Swords. Devil. Okay. 6 of Swords. Ace of Pentacles. Wow. Queen of Swords. Death card. Oh, Death and 4 of Wands. ഡെത്ത് ആൻഡ് 4 ഓഫ് വൺസ് ആണ് ഇവിടെ കേട്ടോ, പറയാം. ഓക്കെ, ഇവിടെ ഓക്കെ, നമുക്ക് ഈ മെസ്സേജ് ആദ്യം എന്താണെന്ന് നോക്കാം. മൈ ബിലവഡ്, ദോ വി മേ ബി ഫിസിക്കലി അപ്പാർട്ട്, സ്പിരിച്വലി വി ആർ ഓൾവേസ് യുണൈറ്റഡ്. ഫോർ ലവ് ട്രാൻസെൻസ് സ്പേസ് ആൻഡ് ടൈം, നത്തിങ് ഈസ് മിസ്സിങ്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾ ദൂരെ ആയിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്റ്റൻസ് വൈസ് നിങ്ങൾ ദൂരെ ആയിരിക്കാം. ഓക്കെ, എവിടെയെങ്കിലും ലൈക്ക് വേറെ കൺട്രി, വേറെ സിറ്റി, എന്തും ആവാം. ഓക്കെ, നിങ്ങൾ ഫിസിക്കലി അപ്പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെയാണ്. ഓക്കെ, സ്പിരിച്വലി വി ആർ ഓൾവേസ് യുണൈറ്റഡ്, നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴും ഒന്നാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ലവ് ട്രാൻസെൻഡ് സ്പേസ് ആൻഡ് ടൈം, നത്തിങ് ഇസ് മിസ്സിങ്. നമ്മളെന്തോ ഇതിൻ്റെ ഒരു മലയാളത്തിലൊരു കോട്ടുണ്ടല്ലോ, അങ്ങനെ ദൂരവും കാലവും ഒന്നും അകറ്റുന്നില്ല, മനസ്സുകൊണ്ട് അടുത്താൽ മതി, എന്തോ ഒരു കോട്ടുണ്ട്, അതാണിത്. ഓക്കെ, അതിൻ്റെ മീനിങ് വർത്താൽ മതി. ഓക്കെ, മൈ ബിലവഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ അവർ സ്നേഹത്തോടെ ഓർക്കുകയാണ്, സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്, സ്നേഹത്തോടെ അവർ നിങ്ങളെ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണ് അവർ. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് വോൺസ് ആണ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ അവരൊരു ആക്ഷൻ എടുക്കാൻ ആലോചിക്കുകയാണ്. ആക്ഷൻ, അതും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്, വെറുതെ ഒരു റൊമാൻറ്റിക് അത് എന്ന രീതിയിൽ മാത്രമല്ല. അവർ ചാലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ലവ് എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടഡ് ആൻഡ് സെക്യൂർ. ഓക്കെ, നിങ്ങളുടെ ടുവേർഡ്സ്, നിങ്ങളുടെ അടുത്തേക്ക് ഓക്കെ, ഒരു പോസിറ്റീവായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, ഒരു കമ്മിറ്റ്മെൻറ്റോടെ. ഓക്കെ, ഇത് 2 കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. കോൺഫിഡൻസിൻ്റെ കാര്യം പറയാം, ഒരു ശരിക്കും ക്ലാരിറ്റിയോടെ, ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റിയോടെ. ഓക്കെ, അവർ നിങ്ങളെ ശരിക്കും ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏസ് ആണ് വന്നിരിക്കുന്നത്. സോ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആലോചിക്കുന്നു, നിങ്ങളുടെ കൂടെ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കാം. ക്വീൻ ഓഫ് സോർട്സ് എനർജി ഇവിടെ ഉണ്ട്. ഇവിടെ ഡെത്തും 4 ഓഫ് പെന്റിക്കിൾസും ഉള്ളതുകൊണ്ട് മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിൾ ആയിരിക്കാം. ഓക്കെ, മാരീഡ് ആണ്, ബട്ട് നിങ്ങൾ ദൂരെ ആയിരിക്കാം, സ്ഥലം ദൂരെ ആയിരിക്കാം. ചിലവർക്ക് നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, മിസറബിൾ ചേഞ്ചസ് ആൻഡ് എൻഡിങ്സ്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ക്വീൻ ഓഫ് സോർഡ്സ്, ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്താണ് ഞാൻ. 10 ഓഫ് വോൺസ് ആണ്, ഓവർ ബർഡൻ, സ്ട്രഗ്ലിംഗ് ലവ്. ഓക്കെ,
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിലൊരു ചിലവർക്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് ക്ലാഷ് ആയിട്ടുണ്ടാവാം, പരസ്പരം വേദനിപ്പിക്കുന്ന തരത്തിൽ. ഓക്കെ, അത് അവർക്ക് അപ്പം അതിൻ്റെ വിഷമം ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവരതിൻ്റെ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി ആയിട്ടല്ല തോന്നുന്നു, കാരണം ഞാനിവിടെ തേർഡ് പാർട്ടി ആണോ എന്നൊന്ന് കൺഫേം ചെയ്താണ്. അല്ല. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു ചിലവർക്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, നിങ്ങൾ ദൂരെ ദൂരെ ആയിരിക്കാം. ആൻഡ് നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് സംസാരിച്ച് തെറ്റി എന്തോ പ്രശ്നം വന്നതായിരിക്കും. ഓക്കെ, ചിലവർക്ക് സെപ്പറേഷൻ, നിങ്ങൾ മീൻസ് മാരീഡ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിലും ആയിരിക്കാം, അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ശരിക്കും ദൂരെ ദൂരെ തന്നെ ആയിരിക്കാം. പക്ഷെ അവിടെയും നിങ്ങൾ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ചാറ്റിലോ മെസ്സേജിലോ ഒക്കെ സംസാരിച്ച് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. പരസ്പരം ഒന്ന് വഴക്കിട്ട് കുറച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാവാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീകണക്ട് ചെയ്യാൻ, നിങ്ങളുമായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ. ഓക്കെ, ആൻഡ് 6 of Swords, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സംസാരിച്ച് തീർത്ത് ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ഓവർകമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു പ്രശ്നം വന്നായിട്ട് ഇവിടെ പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞു, സംസാരിച്ച് നിങ്ങൾ തമ്മിൽ തെറ്റി ഉടക്കി എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരത് ശരിയാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈവൻ മാരീഡ് ആയാലും അല്ലെങ്കിലും ഏത് റിലേഷൻഷിപ്പ് ആയാലും ശരി, ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു തർക്കം വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഡെവിളാണ്. ഒന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും ചെറിയ ഹാബിറ്റ്സോ ചെറിയ ശീലങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തർക്കിച്ചത്. ഓക്കെ, അതിൻ്റെ പേരിലായിരിക്കാം. ചിലവർക്ക് മീൻസ് ആ പേഴ്സൻ്റെ ചില സ്വഭാവങ്ങൾ അല്ലേ, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു വാക്കുകൾക്ക് വന്നത്. ആൻഡ് ഇവിടെ വേറൊരു കാര്യം, ആക്ച്വലി ഇത് ഞങ്ങൾ ഇതിൽ ഈ കാർഡിലല്ല, പക്ഷെ നമ്മൾ നോർമലി ഡെവിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെക്ഷൽ ഫീലിങ്സിൻ്റെ കാര്യം പറയും. അതായത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട്, നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നല്ല ഓർത്തു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ഫീലിങ്സ് കൂടി, സെക്ഷൽ ഫീലിങ്സ് കൂടി തോന്നി എന്ന രീതിക്കും പറയാം നമുക്ക്. ഓക്കെ, അവർക്കിത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും വേഗം അത് പറഞ്ഞ് സോൾവ് ചെയ്യണം എന്ന രീതിയിലാണ് നിങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എൻഡ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ആ ഒരു സിറ്റുവേഷനെ മാറ്റി എടുക്കണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒന്നാവണം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളെ വളരെ ഒരു സ്നേഹത്തോടെയാണ് ഓർത്തിട്ടുള്ളത്. ഓക്കെ, അവർ നിങ്ങളെ വളരെ അധികം സ്നേഹത്തോടെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ ഓർത്തിട്ടുണ്ടാവും. ഓക്കെ, സെക്ഷൽ ഫീലിങ്സ് അവർക്ക് ഉണ്ടെന്ന് പറയാം. ആൻഡ് എല്ലാം കൊണ്ടും ഐ തിങ്ക് ഒരു വളരെ നല്ലൊരു റൊമാൻറ്റിക് മൂഡിലായിരുന്നു പ്രോബ്ലി അവർ. അപ്പം നിങ്ങൾ തമ്മിലൊന്ന് തർക്കമായിട്ട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതോർത്ത് ചെറിയ വിഷമമുണ്ട്. ആക്ച്വലി ഇവിടെ തന്നെ വോൺസ് ആയിരുന്നു, അപ്പോൾ അവർക്ക് ആ വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരമില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പൈൽ 1 കിട്ടുന്നത്. കൂടുതൽ മെസ്സേജ് ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ, സോറി, ഓക്കെ, അതാദ്യം വായിക്കാം ഞാൻ. എന്നാലും സെക്കൻഡ് പൈലുകാർക്ക് എന്താ വരുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് എന്താ ഓർത്തത്, അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ കാർഡ്, ദ പാസ്റ്റ് ഈസ് നൗ ബിഹൈൻഡ് യു, റിലീസ് ഇറ്റ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ്, എ ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു, ഫോളോ ഇറ്റ് വിത്ത് ഫെയ്ത്ത്. ഓക്കെ, നമുക്കിത് കാർഡ്സ് മാച്ച് ആവുമോ നോക്കാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, Page of Pentacles, High Priestess, okay, Ace of Wands, Seven of Swords, okay, Page of Wands, okay. ഇവിടെ കാണുന്നത് ആക്ച്വലി കാർഡുമായിട്ട് മാച്ച് വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ദ പാസ്റ്റ് ഇസ് നൗ ബിഹൈൻഡ് യു, റിലീസ് ഇറ്റ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് എന്നാണ്. ഓക്കെ, ന്യൂ പാത്ത് ഇസ് നൗ അവൈലബിൾ ടു യു, ഫോളോ ഇറ്റ് വിത്ത് ഫെയ്ത്ത്. നിങ്ങളോട് പറയുന്നത് പാസ്റ്റിനെ റിലീസ് ചെയ്ത് കളയാനാണ്. ഓക്കെ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ റിലീസ് ചെയ്ത് കളയാം, നിങ്ങൾ മുന്നോട്ട് പോവും, നിങ്ങൾക്ക് വേറെ ന്യൂ പോസിബിലിറ്റീസ് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ ചാൻസ്, വേറെ ഒരു വ്യക്തിയായിരിക്കാം, ഞാൻ പറയാം.
വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലാണ്. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടിൻ്റെ ഇടയിൽ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിവിടെ നിങ്ങളിവിടെ ഒരു പേഴ്സൺ ഇവിടെ സൈഡിലുണ്ട്, ഒരു പേഴ്സണിനെയും കൊണ്ട് നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങൾക്ക് പ്രോമിസസ് തന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് വാക്കുകൾ തന്നിട്ടുണ്ടാവാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ തമ്മിൽ ലൈക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ അവർക്ക് വാക്ക് തന്നിട്ടുണ്ടാവാം. പക്ഷെ അവർ വേറെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്ന രീതിക്കാണ്. അതൊരു സെക്ഷൽ അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, കാരണം ഇത് സെക്ഷൽ ഒരു ഇതിൻ്റെ ഇതാണ്. വേറൊരു പേഴ്സണുമായിട്ട് ഇൻവോൾവ് ആയി. ഓക്കെ, അതാണ് സംഭവം. ആൻഡ് അവർ തേർഡ് പാർട്ടി വന്നത് മേ ബി നിങ്ങളുടെ അടുത്ത് വാക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ തേർഡ് പാർട്ടി വന്നപ്പോൾ ഐ തിങ്ക് അവരെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോയി. ഓക്കെ, നിങ്ങൾ തന്ന വാക്കൊക്കെ അവർ മറന്നു, നിങ്ങളെ ചതിച്ചു എന്ന് പറയുന്നില്ല ഞാൻ, സിറ്റുവേഷൻ അറിയില്ല നമുക്ക്. ഓക്കെ, പക്ഷേ സാഹചര്യം കൊണ്ടും സിറ്റുവേഷൻ കൊണ്ടും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു തരത്തിൽ നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ്റെ കാര്യം പറയാം. മേ ബി ആ തേർഡ് പാർട്ടിയുമായിട്ട് സെക്ഷൽ അട്രാക്ഷൻ കൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത്, അങ്ങനെ പറയാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് പറയാം. നമ്മളിവിടെ ഓൾറെഡി ന്യൂ പോസിബിലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്ന് ആക്ച്വലി അങ്ങനെയും പറയാം. ഞാനിത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മേ ബി അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അവർ തേർഡ് പാർട്ടിയിലേക്ക് സപ്പോസ് പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആലോചിക്കുന്നു എന്ന് പറയാം, ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഈ കാർഡുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ന്യൂ ബിഗിനിങ് ആണോ എന്ന് വിചാരിച്ചത്. മേ ബി ഇതിനെ വേറെ തരത്തിൽ നമുക്കിവിടെ എടുക്കാം. ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ മുൻപ് ആരെങ്കിലും ലൈക്ക് ആരുടെ അടുത്തേക്ക് വേറൊരു തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളെ വിട്ടു പോയി എന്ന രീതിക്ക്, പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. സോ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ മേ ബി ആ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനെ കുറിച്ച് മേ ബി നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്യുക എന്ന രീതിക്കായിരിക്കാം. കാരണം ഇവിടെ ഒരു 9 of Cups വിഷൻ്റെ കാര്യം കാണുന്നുണ്ട്. ആൻഡ് King of Wands ഒരു പാഷനേറ്റ് ആയിട്ടൊരു ബിഗിനിങ് എന്ന രീതിക്ക് പറയാം നമുക്ക്, ജഡ്ജ്മെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർക്കൊരു ആഗ്രഹം, ഒരു വിഷാണ് നിങ്ങൾ എന്ന രീതിയിലാണ് കാണുന്നത്. സോ മേ ബി അവരങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആൻഡ് ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്തതിൻ്റെ നമ്മൾ എന്താ പറയുക, ഒരു റിയലൈസേഷൻ എന്നൊക്കെ പറയാം, കർമ്മ കിട്ടുക എന്ന രീതിക്കൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ അവർ ആലോചിക്കുകയാണ് ദാറ്റ് അവർ ചെയ്ത് തെറ്റായി പോയി, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന രീതിക്കായിരിക്കാം അവർ ചിന്തിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലാരിഫിക്കേഷൻ കൂടി എടുത്തളയാം, കാരണം ഈ ഒരു കാർഡുമായിട്ട് ഞാനൊന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. Queen of Pentacles, 5 of Cups. ഓക്കെ, Page of Swords. ഓക്കെ, ആൻഡ് Knight of Cups. യെസ്, അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ ആ പേഴ്സണിന് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ ആക്ച്വലി തേർഡ് പാർട്ടിയിൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്. 5 of Wands ഉണ്ട് ഇവിടെ, കോൺഫ്ലിക്ട്സ് ആണ്, ഡിസഗ്രിമെന്റ് എന്ന രീതിയിൽ. അതായത് യെസ്, ഓക്കെ, അവിടെ അവർ ചില കർമ്മ അവർ അനുഭവിച്ചിട്ടുണ്ട്. ആ റിലേഷനിൽ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുമായിട്ട് അവർ ഹാപ്പി ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. Queen of Pentacles പറയുമ്പോൾ നമ്മൾ ആ തേർഡ് പാർട്ടിയുടെ എനർജി ആയിട്ട് എടുക്കാം നമുക്ക്. ആ തേർഡ് പാർട്ടിയിലേക്ക് മേ ബി ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഐ തിങ്ക് ആ പേഴ്സൺ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നുണ്ടാവില്ല. ഓക്കെ, കുറച്ച് അല്പം വിഷമം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് മേ ബി നിങ്ങളുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിയസ്, അതാണ്. അപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അവർ വിചാരിച്ച് നിങ്ങൾ സാഡ് ആയിട്ടിരിക്കും എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് അവർക്ക് കാണുന്നത്. സോ ഇപ്പോൾ അവർ ഐ തിങ്ക് രാത്രി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് ഇന്നലെ എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നാണ്. അവർ നിങ്ങളെ സ്പൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ രാത്രി ഇപ്പോൾ അവരിരുന്ന് സ്പൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ നോക്കിയിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് അപ്പോൾ അവർക്ക് തോന്നി എന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നി അവരാലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്ന രീതിയിൽ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് തിരിച്ച് വീണ്ടും ഒരു റീയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി, അപ്പോൾ എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എനിവേ എനിക്കൊരു ബ്രേക്കാണ് കണ്ടത്. കാരണം അവിടെ കോൺഫ്ലിക്ട്സ് എന്ന രീതിയിലൊക്കെ കണ്ടു, ക്ലാഷസ് ആൻഡ് ഡിസഗ്രിമെന്റ്സ് ഉണ്ട്.
അൺകൺസേൺഡ് ലവ് എന്നുണ്ട്. അതായത് അവിടെ അവർ വലിയ 7 of Wands, യെസ്, വേറെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയതാണ്. പക്ഷെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോൾ അവർക്ക് ചില അനുഭവങ്ങൾ, മോശം അനുഭവങ്ങളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാനാണ് ഐ തിങ്ക് ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങളോടും പറയുന്നത് അവർ തിരിച്ച് വന്നാൽ ആ പാസ്റ്റിനെ അവരെല്ലാം ഫുള്ളായിട്ട് പുറത്ത് വന്നോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് ആദ്യത്തെ കാര്യമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. പക്ഷെ അവരങ്ങനെ ഫുള്ളി ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തോളൂ. ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വരുമെന്ന് പറയാം. പാസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഓക്കെ, മാപ്പ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ, റിലീസ് ഇറ്റ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റി എന്ന് വെച്ചാൽ ആ പാസ്റ്റിനെ നിങ്ങൾ ഇനിയിപ്പോൾ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് തർക്കിച്ചിട്ടോ ഇതാക്കിയിട്ടോ കാര്യമില്ല. ഐ തിങ്ക് അവരതിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അവർ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ഐ തിങ്ക് രാത്രി ഇരുന്ന് നിങ്ങളെ സ്പൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊരു നോക്കുമായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, അപ്പം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. സോ തിരിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പൈലുകാർക്ക്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.